കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും വളരെ സുപരിചിതയായ ഒരു വ്യക്തിയാണ് ഷീബ. ഷീബ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ് വെക്കുന്നത്. ഷീബ ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം ചക്കക്കുരു വെച്ച് ഉണ്ടാക്കുന്നതാണ്. ആദ്യം എങ്ങനെയാ കണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? ഇവന്റെ ഇങ്ങനെ കണക്ക് പോയി കണ്ടു കഴിയുമ്പോ പറയാണ് ഇങ്ങനെ കല്യാണിൽ ഇങ്ങനെ ഒരു പുതിയ സംരംഭകരെ അവര് കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുന്നത്. സത്യം പറഞ്ഞ അന്നാണ് ആദ്യമായിട്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കേൾക്കണത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇതിൽ കൂടെ പോകുമ്പോ ഈ സംഭവം കണ്ടു. മക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ വണ്ടി സൈഡായിട്ട് ഇവിടെ വന്നിട്ട് മാനേജർ പറഞ്ഞപ്പോ സോണി സാറിനെ കണക്ട്, അപ്പം നമ്പർ മേടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ വിളിക്കാട്ടത് വിളിച്ചു. തിരിച്ചു ചോദിച്ചപ്പോൾ 12 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞു. അപ്പൊ ഞാനും മോനും കൂടെ അങ്ങനെ ആദ്യമായിട്ടാണ് മാഡത്തിനെ വന്ന് കാണുന്നത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മാമിന്റെ പേര് ഞാൻ ചോദിച്ചു, എനിക്ക് അതുപോലെ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. എനിക്കിപ്പോ ഓർമ്മ ഉണ്ടെന്നറിയോ, ഇത് കോപ്പിയാണ്, കോഫി അല്ല, കാപ്പി അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ ഈ കോപ്പി? അപ്പൊ പറയുന്നത് ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയതാണ്. എന്റെ മനസ്സിൽ ദൈവമേ, ചക്കക്കുരു വെച്ച് കാപ്പിയോ? ഈ ചക്കക്കുരു വെച്ച് ഇത്രയും പ്രോഡക്റ്റ്, അതായത് കാപ്പി, പുട്ടുപൊടി, ഗോതമ്പ് പൊടി, അല്ലെ, ഇതൊക്കെ എന്താണ് ഇത് തുടങ്ങാനുള്ള കാരണം? ഓർ എന്തായിരുന്നു വാട്ട് വാസ് പ്രചോദനം ഇത് തുടങ്ങാനായിട്ട്? നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വരുമാനം തന്നെയാണ് പ്രശ്നം. കാരണം സാധാരണക്കാരായത് ഒരാളുടെ ഒരു വരുമാനം കൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമുക്കും പ്രശ്നങ്ങൾ അത് തന്നെയായിരുന്നു. ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ചെയ്തപ്പോ അതിലൊന്നും നമ്മൾ സെറ്റ് ആവണില്ലെന്ന് മനസ്സിലായി. നമുക്ക് ഒരു ടീം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തോ കാരണം എന്നുള്ള അങ്ങനെ ആലോചന വന്നപ്പോ വെറൈറ്റി ആയിട്ടൊരു ഇത് യൂട്യൂബിൽ തന്നെയാണ് കണ്ടത്. അപ്പൊ പക്ഷെ വീട്ടിലേക്ക് ഇതുള്ളതിൽ ചെയ്യാതെ, പക്ഷെ ചെയ്തു വന്നപ്പോ നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാന്നുള്ള ഒരു ചിന്ത വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും മാമിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. നമ്മുടെ സപ്പോർട്ട് കറക്റ്റ്, അത് വേറെ. പക്ഷെ ഇയാളുടെ വീട്ടുകാരന്റെ മൊത്തം സപ്പോർട്ട്, ആ തന്റെ ഇൻവോൾവ്മെന്റും നിങ്ങളുടെ മൊത്തം പ്രാർത്ഥനയും അതിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. ബിക്കോസ് അന്ന് ആദ്യമായിട്ട് വന്നപ്പോ മോൻ കൂടെ വന്നിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോനോട് എന്താ പഠിക്കുന്നത്? അവൻ പറഞ്ഞു, ഇല്ല, ഞാനിപ്പോ അമ്മേനെ ഹെൽപ്പ് ചെയ്യാണ്. ഷിബയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ പറയും, നീ ഹെൽപ്പ് ചെയ്ത് നിർത്തിക്കോ, നീ ആദ്യം പഠിക്കാൻ പോ, നീ ആദ്യം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത്. മാഡം കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പിക്കും. അതാണ്. അന്നത്തെ അത് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. ഇപ്പൊ അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ആളുകൾ ചോദിച്ചു വരാൻ തുടങ്ങിയല്ലോ. ഹോം ഡെലിവറിയിൽ അടക്കം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, ഇത് ചക്കക്കുരു പുട്ടുപൊടി ഞാൻ ഹോം ഡെലിവറി ഓർഡറിൽ അന്ന് കണ്ടിരുന്നു. അല്ല, സ്ഥിരം കസ്റ്റമേഴ്സിന് എന്നെക്കാൾ ഇപ്പൊ നന്നായിട്ട് എല്ലാവർക്കും ഷീബേനെ അറിയാതെ. ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ താഴെ ഫ്ലോറിൽ നിൽക്കാറുള്ളൂ. പക്ഷെ ഷീബ ഫുള്ളുണ്ട്. എല്ലാ കസ്റ്റമർക്കും ഷീബേനെ നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. കാലിക്കറ്റ്, കൊല്ലം, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. കോഴിക്കോട്, കൊല്ലം, വടക്കാഞ്ചേരി, എല്ലാ സ്ഥലത്തും, എറണാകുളം, പാലക്കാട് നല്ല ഓർഡേഴ്സ് പുറത്തുനിന്ന് ഓർഡേഴ്സ് വരുന്നുണ്ട്, എൻക്വയറീസ്. ആളൊരു സെൽഫ് പ്രൊമോട്ടർ, മാനുഫാക്ചറർ, അതൊക്കെ സെയിൽസ് പേഴ്സൺ, സ്വന്തം അഡ്വർടൈസ്മെന്റ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ വിമൻ ഓൺട്രപ്രണർ അവാർഡും കിട്ടിയ കുട്ടിയാണ്. ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് ഇന്നോവേഷൻ റിസൾട്ട്സ് ഉണ്ട്. ഉണ്ടെന്ന് ഇത് നല്ലൊരു മാതൃകയായിരുന്നു. ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് മെമ്മറൈസ് ചെയ്ത് വെച്ച പേരാണ്. ഒന്ന് പറയൂ, എന്താണ് ഈ ബിഷാലക്സ് എന്ന പേരിന്റെ പുറകിലുള്ള കഥ? അതായത് ഞങ്ങള് പേര് സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോ ഞങ്ങക്ക് മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ ഒരു പേര് പറഞ്ഞതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് BA എന്ന് പറഞ്ഞ ബിജു, ഹസ്ബൻഡിന്റെ പേരാണ്. ബിജു. SH ഷീബ എന്റെ പേര്. പിന്നെ AL എന്ന് പറഞ്ഞ അലന അലക്സ്, മക്കളുടെ പേരാണ് അത്. അപ്പൊ UX കൂട്ടിട്ട് ഒരാളുടെ മാത്രമേ പേരുമല്ല. അപ്പൊ അതങ്ങനെ ബിഷാലക്സ് ആക്കി എല്ലാരെയും കൂടെ പേരായിട്ട് ഉൾപ്പെടുത്തിയതാണ്. ഇതൊരു കുടുംബ പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾ മാറ്റിയതാണ്. ഓക്കെ, എന്തായാലും ഷീബ, അപ്പോ വളരെ നന്ദി ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വന്നതിലും അതുപോലെ തന്നെ ഇയാളുടെ മനസ്സ് തുറന്ന് സംസാരിച്ചതിനും. വി ഗ്രോ ടുഗദർ. കൂടട്ടെ, അവാർഡ്സും വരട്ടെ. സത്യം. താങ്ക് യു. താങ്ക് യു.